ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കേരള സ്റ്റൈല് പുട്ടാണ്. അപ്പം പുട്ടിനാവശ്യമായിട്ട് തേങ്ങ നമുക്കൊന്ന് പൊട്ടിച്ച് ചിരണ്ടി സൈഡാക്കി വയ്ക്കാം. തേങ്ങ സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു പുട്ടുകുടത്തിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അതിങ്ങനെ ഒന്ന് സ്റ്റീം വരണം അതിനകത്ത്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്ത് കുഴച്ച് വയ്ക്കാം. അതിനായിട്ട് ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച അരിയാണ്. 2 കപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. 3 ഊറ്റി പുട്ടിന് ഒരു 2 കപ്പ് അരിപ്പൊടി മതിയാകും. അതൊന്ന് നന്നായിട്ട് തരികളില്ലാതെ അരിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക്. ഏകദേശം വലിയ കപ്പിൽ 2 കപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. എന്നിട്ട് അതിനകത്തുനിന്ന് തരിയൊക്കെ മാറ്റി ഇതുപോലത്തെ തടിയൊക്കെ കാണും ഒരുപാട് വീട്ടിൽ തന്നെ പൊടിക്കുമ്പോഴത്തേക്കും. അങ്ങനെ അരിച്ചെടുക്കാം. ഇതിപ്പോൾ 2 കപ്പുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം നമുക്ക്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളം എടുത്ത് മിക്സ് ചെയ്യുക ഒന്നുകൂടെ. ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് വരണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം വേണം. വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, തീരെ അങ്ങ് തണുത്ത വെള്ളം ഉപയോഗിക്കരുത്. അതുപോലെ നല്ല തിളച്ച വെള്ളം. ഏകദേശം ഈ പരുവത്തിൽ തിളച്ച വെള്ളം യൂസ് ചെയ്യരുത്. അപ്പം നമ്മുടെ കുറ്റിയിൽ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുത്ത് അതിനകത്തേക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുക്കണം. ഇപ്പം ആ ചില്ലൊന്ന് നന്നായിട്ട് വെച്ചിട്ട് അതിലേക്ക് ആദ്യമേ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം ലെയറായിട്ട് പുട്ടുപൊടിയും ഇട്ട് കൊടുത്തു. കട്ടയായിട്ട് ഇടാതെ നമ്മൾ സോഫ്റ്റായിട്ട് തരി മാതിരി ഇടണം. എന്നിട്ട് വീണ്ടും ഒരു ലെയർ തേങ്ങ ഇട്ട് കൊടുക്കുക. വീണ്ടും തേങ്ങയുടെ മുകളിലേക്ക് പുട്ടിട്ട് കൊടുക്കുക. പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ലെയറായിട്ട് തേങ്ങയും മാവും കൂടി ഇരുന്ന് അതിങ്ങനെ ആവിയിൽ പുഴുങ്ങി വരുമ്പോൾ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഡയബറ്റിക് ഷുഗർ ഉള്ളവരൊക്കെ തേങ്ങ കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അരിയും ഷുഗറുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് പുട്ട്. അപ്പം ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊരു സഹായം, എന്നെപ്പോലുള്ളവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതിടുന്നത്. ഇപ്പം മേളിൽ തേങ്ങയും കൂടെ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വയ്ക്കാം വേവാനായിട്ട്. ഇത് നമ്മളിപ്പം വെക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. ഇതിനകത്ത് ആവി വരുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം നമുക്ക്. അപ്പം ഇതിൽ ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങുമ്പം നമുക്ക് തിരിച്ച് ലോ ഫ്ലെയിമിലേക്ക് അതൊന്നിട്ട് കൊടുക്കണം. എന്നിട്ടൊരു 5-6 മിനിറ്റ് ഇരുന്നത് വേകണം. അതിനുശേഷം നമുക്ക് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലേറ്റിലേക്ക് പുട്ടൂറ്റി മാറ്റി അതിനകത്തുനിന്ന് തള്ളി ഇങ്ങോട്ട് വെക്കണം. അതിന് സ്പൂണോ തവിയോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു സ്റ്റിക്കൊക്കെ കിട്ടും. അത് വെച്ച് നമുക്ക് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പം കറക്റ്റ് വെള്ളവും എല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയാതെ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ ഭയങ്കരമായും കട്ടയായിട്ടും വെള്ളം കുറഞ്ഞു പോയാൽ പെട്ടെന്ന് പൊടിഞ്ഞ് മാവ് പോലെ വന്ന് വീഴും ഇത്. വീണ്ടും ഈ സമയം കൊണ്ട് നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റിയല്ലോ. ഇനിയിപ്പോൾ അടുത്ത പുട്ടിനായിട്ട് നമുക്കിതേ പ്രോസസ്സ് തന്നെ. മാവിടുന്നു, തേങ്ങയിടുന്നു, പിന്നെ മാവിടുന്നു, തേങ്ങയിടുന്നു. എന്നിട്ട് അത് അടച്ച് വീണ്ടും ആവിയേറ്റാനായിട്ട് വെക്കുന്നു. പുട്ടിൻ്റെ കൂടെ പഴം, കടലക്കറി, മീൻകറി ഓരോരുത്തരും ഓരോ രീതിയിലാണ് കഴിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് വലിയ നോയമ്പായതുകൊണ്ട് ഞാൻ പഴം ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. അപ്പം നോക്കിയപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ഈ പുട്ടും പഴവും മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാണ്. അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ച് തേയിലയൊക്കെ ഇരിപ്പുണ്ടല്ലോ. എന്തായാലും പുട്ടുണ്ടാക്കി. ഇനിയിപ്പോൾ ഒരു തേയില വെള്ളവും കൂടെ ഇട്ട് നമുക്കിതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. കാണാനും അതിന്ന് എല്ലാം കൂടെ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ച് കട്ടൻ ചായയും കൂടെ ആയിട്ട് ഇരിക്കുമ്പോൾ തിന്നാൻ ഒരു സന്തോഷമാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു തുളസിയുടെ ഇല കുറച്ചുണ്ട്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ തേയില മാത്രം ഇട്ടും കുടിക്കാം. അപ്പം ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ഏലക്ക. ഒരുപാട് ഏലക്ക എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് ഈ ഏലക്ക എന്ന് പറഞ്ഞാൽ. ഞാൻ ചായയിലായാലും എനിക്ക് ഏലക്കിട്ട് കുടിക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുവാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇഞ്ചി ഇടാം,
ഒന്നും ഇടാതെയും തേയില മാത്രമായിട്ടും ചെയ്യാം. ഇതിപ്പം ഞാൻ തുളസിയില ഇട്ടിട്ടുണ്ട്, ഏലക്ക ഇട്ടിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ഇതിനകത്ത് ഇടാം. എനിക്ക് ആവശ്യത്തിനുള്ള 1 സ്പൂൺ പഞ്ചസാര അതിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുന്നിട്ടേ നമ്മൾ തേയില ഇടത്തുള്ളൂ. ഇതിപ്പം ഞാൻ കുറച്ച് തേയില ഇടുന്ന എന്താ പറയുക, പേരിന് കുറച്ച് തേയില ഇടുന്നു. ഒരുപാട് തേയില ഇട്ട് കഴിഞ്ഞാൽ തേയില വെള്ളത്തിനൊരു കയ്പ്പ് വരും. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ ചായക്ക് എനിക്ക് നല്ല കടുപ്പം വേണം. തേയില വെള്ളം ഇടുമ്പം അതിൻ്റെ ആ ഫ്ലേവർ മാത്രമേ എനിക്ക് മതി. അതുകൊണ്ട് ഞാൻ കുറച്ച് തേയില ഇട്ടിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നല്ല കളറൊക്കെ വരും. അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള കളറും കടുപ്പമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് ഓഫ് ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം. അങ്ങനെ തേയില വെള്ളം സെറ്റായിട്ടുണ്ട്. ഇനി പുട്ടും 2 പൊള്ളിച്ച പപ്പടവും പഴവും ഈ കട്ടൻ ചായയും കൂടെ ചേർത്തൊരു പിടി പിടിച്ച രാവിലത്തെ കാര്യം ഓക്കെ. എനിക്ക് 1 കുറ്റി പുട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 1/2 കുറ്റി പുട്ടെടുത്തേക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് തിന്നാൻ പറ്റത്തുള്ളൂ. എനിക്ക് 1/2 കുറ്റി പുട്ടും ഈ ഒരു പഴവും 2 പപ്പടവും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.